സ്വതസിദ്ധമായ അഭിനയശൈലിയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കലാകാരിയാണ് മീന ഗണേഷ്. സിനിമകളിൽ അവർ പകർന്നാടിയ കൊച്ചു രംഗങ്ങളിലെ പ്രകടനങ്ങളിലൂടെ ആ മുഖവും ശബ്ദവും സംസാര ശൈലിയും മലയാളികളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. ഏത് ഭാവവും കയ്യടക്കത്തോടെ തിരശീലയിൽ പകർന്നാടി. ഒടുവിൽ 81 വയസ്സിൽ മടക്കം. ഭർത്താവിൻ്റെ മരണശേഷം ജീവിക്കാനുള്ള ഇഷ്ടം കൈവിട്ടുപോയെന്ന് അവർ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവസാന കാലത്ത് മക്കളുണ്ടായിരുന്നെങ്കിലും അമ്മയിൽ നിന്ന് ലഭിച്ചിരുന്ന കൈനീട്ടം വലിയ ആശ്വാസമായിരുന്നുവെന്നും മീന ഗണേഷ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈയിടെ ഒരു മലയാളം യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ ജീവിതത്തെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മീന ഗണേഷ് വെളിപ്പെടുത്തിയിരുന്നു. മീന ഗണേഷിൻ്റെ വാക്കുകൾ: എനിക്ക് സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്ക് അഭിനയിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞത് എനിക്ക് തീരെ പറ്റാതെ ഇരിക്കുകയാണ്, വയ്യ എന്നാണ്. നടക്കാൻ പരസഹായം വേണം, അല്ലെങ്കിൽ സ്റ്റിക്ക് വേണം, അല്ലാതെ നടക്കാൻ കഴിയില്ല. മാനസിക പ്രശ്നങ്ങളും ആരോഗ്യമില്ലായ്മയും. കണ്ടമാനം മരുന്ന് കഴിക്കുന്നുണ്ട്. അമ്മയുടെ പെൻഷൻ കിട്ടുന്നുണ്ട്. അതിനെ കൈനീട്ടമെന്നാണ് പറയുന്നതെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ദേഹനീട്ടമാണ്. അത് കാരണം മരുന്ന് വാങ്ങലൊക്കെ അതിൽ കഴിഞ്ഞു പോകും. മകൾ പാലക്കാടുണ്ട്, അവൾ സഹായിക്കും. ഒരു മോനുണ്ട്. എൻ്റെ വീടിനടുത്ത് തന്നെ വാടകയ്ക്ക് അവൻ താമസിക്കുന്നുണ്ട്. അവൻ സീരിയൽ ഡയറക്ടറാണ്. എനിക്ക് സഹായത്തിന് ഒരു സ്ത്രീ വരും. മകൾ എന്നെ പാലക്കാടേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വീട് വിട്ടുപോകാൻ മനസ്സിനൊരു ബുദ്ധിമുട്ട്. തിലകനും എൻ്റെ ഭർത്താവും ഭയങ്കര കൂട്ടുകാരായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ഗീതയിൽ 3 വർഷം അവർ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. അന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. തിലകൻ സംവിധാനം ചെയ്ത ഫസഖ് എന്ന നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിന് കുറേ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശരിയായി ചെയ്തില്ലെങ്കിൽ തിലകൻ നന്നായി ചീത്ത വിളിക്കും. കുറച്ച് ദിവസമേ തിലകൻ കാണൂ. മകൻ ഷമ്മിയാണ് ഉടനീളം ഉണ്ടാവുക. അദ്ദേഹം നല്ലൊരു സംവിധായകനാണ്. എൻ്റെ ഭർത്താവ് ഗണേഷ് നാടക സംവിധായകനും നടനുമൊക്കെയായിരുന്നു. ഞങ്ങളുടെ ബന്ധം എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. നാടകത്തിന് പോകുന്നത് കൊണ്ട് നാട്ടിൽ പലരും എന്നെ കളിയാക്കും. അവരോട് ഞാൻ പറയും, നിങ്ങൾ വന്ന് എൻ്റെ കുടുംബം നോക്കുമെന്ന്. അന്ന് എനിക്ക് നല്ല വാക് സാമർഥ്യം ഉണ്ടായിരുന്നു. അന്ന് നാടകത്തിന് പോകുന്നവർ മോശക്കാർ എന്നാണല്ലോ ആളുകൾ പറയുക. 1971 എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഷൊർണൂരിലേക്ക് വന്നു. ഭർത്താവ് മരിച്ചിട്ട് 15 വർഷമായി. പെട്ടെന്നുള്ള മരണമായിരുന്നു. ഞാനപ്പോൾ പാലക്കാട് മകളുടെ അടുത്തായിരുന്നു. അവൾ 2ാമത് പ്രസവിച്ച് കിടക്കുന്ന സമയം. അതിനിടയിൽ എനിക്ക് ഷൂട്ടും ഉണ്ടായിരുന്നു. മരണം പെട്ടെന്നായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ സുഖമില്ലാതെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് അടുത്ത വീട്ടിലെ കുട്ടി വിളിച്ചു. പിന്നെ അറിഞ്ഞു അദ്ദേഹം പോയെന്ന്. മുകേഷും ജഗദീഷുമൊക്കെ ഇക്കാര്യം അറിഞ്ഞ് വീട്ടിൽ വന്നു. വേറെയും സിനിമാക്കാർ വന്നു. ആരുണ്ടായിട്ടും കാര്യമില്ലല്ലോ, പോയത് പോയി, എനിക്ക് പോയി. അദ്ദേഹം പോയതിൽ പിന്നെ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു. ഞാൻ എവിടെ പോയാലും അദ്ദേഹം എൻ്റെ കൂടെ വരുമായിരുന്നു. കടയിൽ വരെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചേ പോകും. മൂപ്പര് പോയതിൽ പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു. മക്കളുണ്ട്, എന്നാലും എനിക്കെൻ്റെ ബലം പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിച്ചു മതിയായി. രാത്രി കിടക്കുമ്പോൾ വരെ പ്രാർത്ഥിക്കും, രാവിലെ ഉണരരുതേ എന്ന്. കാരണം ജീവിതം മടുത്തു. കുറേ കാലം സുഖമായി ജീവിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നതും വലുതായതുമൊക്കെ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. നന്ദനം, മിഴി രണ്ടിലും, മീശമാധവൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ മീന അഭിനയിച്ചിട്ടുണ്ട്. കലാഭവൻ മണിയോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ അമ്മവേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മണിയുടെ അമ്മയായി തന്നെയാണ് മീനയെ പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നത്. 200-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മീന വാത്സല്യനിധിയായ അമ്മവേഷങ്ങൾ മാത്രമല്ല, ക്രൂരയായ അമ്മ, അമ്മായിയമ്മ റോളുകളും ചെയ്തിട്ടുണ്ട്. മീന ചെയ്തതിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ റീലായും മറ്റും വൈറലാകാറുള്ളതും പലരും റീക്രിയേറ്റ് ചെയ്യാറുള്ളതുമായ വേഷം നന്ദനത്തിലെ കാർത്തിയായനി അമ്മയുടേതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മീന അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. തുടക്കം നാടകങ്ങളിലൂടെ ആയിരുന്നുവെങ്കിലും മീനയുടെ പിതാവ് അഭിനേതാവായിരുന്നു. തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ KP കേശവനാണ് മീനയുടെ അച്ഛൻ. 1942 പാലക്കാട് കല്ലേക്കുളങ്ങരയിലാണ് മീന ഗണേഷിൻ്റെ ജനനം. സ്കൂൾ കാലഘട്ടം മുതൽ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയിരുന്നു. മലയാളി സമാജങ്ങളിലടക്കം അഭിനയിച്ചിട്ടുണ്ട്. മീന ഗണേഷിൻ്റെ ആദ്യ സിനിമ 1976 പുറത്തിറങ്ങിയ മണിമുഴക്കമായിരുന്നു. പക്ഷേ മീനയുടെ മുഖവും അഭിനയ മികവും പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് 1991 മുഖചിത്രം എന്ന ജയറാം സിനിമയിൽ അഭിനയിച്ച ശേഷമാണ്. അസുഖങ്ങൾ മൂലം സിനിമയിൽ നിന്നും വിട്ടുനിന്ന കാലത്ത് സാമ്പത്തികമായി ഏറെ ഞെരുക്കത്തിലായിരുന്നു താരം. അന്ന് അമ്മ താരസംഘടനയുടെയും ഫിലിം സൊസൈറ്റിയുടെയും പെൻഷൻ ലഭിക്കുന്നത് മാത്രമായിരുന്നു മീന ഗണേഷിന് ആശ്വാസം. സംവിധായകൻ മനോജ് ഗണേഷ്, സംഗീത എന്നിവരാണ് മീന ഗണേഷിൻ്റെ മക്കൾ. ഇന്ന് പുലർച്ചെ, അതായത് 2024 ഡിസംബർ 19 പുലർച്ചെയാണ് മീന ഗണേഷ് അന്തരിച്ചത്. ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം.
മസ്തിഷ്കാഘാതം സംഭവിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 5 ദിവസമായി ചികിത്സയിലായിരുന്നു. നടി മീന ഗണേശന് ആദരാഞ്ജലികൾ നേരുന്നു.